ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചിരട്ട വെച്ചിട്ടുള്ളൊരു ആമയെ കണ്ടോ? ഇത് വെറും ഒരു ആമയല്ല, ഇതിന് കുറച്ച് ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് വഴിയെ പറയാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. ഒരു ചിരട്ടമുറി ഇതേപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കത്തിയും സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്തത്. ഇനി നോട്ട്ബുക്കിൻ്റെ ഒക്കെ ഒരു പുറംചട്ട ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഈ ചിരട്ട വെച്ചിട്ട് ആ ചിരട്ടയുടെ ഷേപ്പിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി കുറച്ച് ക്ലേ എടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിൽ വെച്ചിട്ട് പരത്താണെങ്കിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഞാൻ ഇതേപോലെ ഒരു പെൻ വെച്ചിട്ടൊക്കെയാണ് പരത്തുന്നത്. ഇത് ഹോം മെയ്ഡ് ക്ലേ ആണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ക്ലേ എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ ഇതേപോലെ നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പേപ്പറിൻ്റെ പീസ് ഈ ക്ലേ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബുക്കിൻ്റെ ബൈൻഡും കൂടി വെച്ചത്. അതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ക്ലേ തന്നെ കുറച്ച് കട്ടിയിൽ പരത്തിയെടുത്താലും മതി. ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോളൊന്നും ഉപയോഗിക്കണം എന്നില്ല. ഈ പേപ്പറിലേക്ക് ആ ക്ലേ നന്നായിട്ട് ഒട്ടിയിരുന്നോളും, അതുകൊണ്ട് ഫെവിക്കോളൊന്നും വേണമെന്നില്ല. അപ്പോൾ ഇനി എക്സസ് ആയിട്ടിരിക്കുന്ന ക്ലേ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡും കൂടി ഇതേപോലെ ക്ലേ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ആമയുടെ ബേസാണ് ഈ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ക്ലേ വെച്ചിട്ട് തന്നെ നമുക്ക് ആമയുടെ തലയും കാലും അതുപോലെ കുഞ്ഞൊരു വാലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഈ ക്ലേ മോഡലിങ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ടൂൾസായിട്ട് എടുക്കുക. അപ്പം ഞാൻ ഈ ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു വാവ് പോലെയും അതുപോലെ കണ്ണ് പോലെ ഇങ്ങനെ കുത്തി കൊടുക്കാം. അതുപോലെ തന്നെ കാലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഈ ക്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹോം മെയ്ഡ് ക്ലേ ആണ് എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത്. കാരണം നമ്മൾ വാങ്ങിക്കുന്ന ക്ലേ പെട്ടെന്ന് ഹാർഡായി പോവുകയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ഷേപ്പിലേക്കൊക്കെ ഒന്ന് മോൾഡ് ചെയ്ത് വരുമ്പോഴേക്കും അത് പെട്ടെന്ന് ഹാർഡാകും. അതേസമയം ഈ ഹോം മെയ്ഡ് ക്ലേ ആണെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അത് ഹാർഡായി തുടങ്ങുള്ളൂ. അതുമല്ല, ഒരു ദിവസം വെച്ച് കഴിയുമ്പോഴേക്കും നല്ല ഹാർഡായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇതേപോലെ നീളത്തിൽ ക്ലേ എടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്, കുറച്ചും കൂടി ഒന്ന് ഹാർഡായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന ആമ ഇങ്ങനെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്നതാണ്. ആ ചിരട്ടയുടെ പീസ് നമുക്ക് എടുത്ത് പൊക്കാൻ പറ്റും. അപ്പോൾ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ചിരട്ട വെക്കുമ്പോൾ നല്ലതായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്, ഈ റൗണ്ട് ഷേപ്പിൽ ക്ലേ വെച്ച് കൊടുത്തത്. അപ്പോൾ ഞാൻ എൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് ആ ക്ലേ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിരട്ട ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു ലോക്ക് പോലെ അതിങ്ങനെ ഇരുന്നോളും. ഇനി ആമയുടെ തലയും കാലും ഒക്കെ ഗ്ലൂ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആമയുടെ ബേസ് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ആ ചിരട്ടയുടെ പുറത്തുള്ള കാര്യങ്ങളാണ്. അതാണ് ആമയുടെ പുറന്തോടാണല്ലോ ചിരട്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ക്ലേ കുറച്ച് കട്ടിയിലാണ് ഞാൻ പരത്തിയെടുത്തേക്കുന്നത്, അത്ര നൈസ് അല്ല. അപ്പോൾ അത് ഈ ചിരട്ടയുടെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടൊന്ന് നേരത്തെ പോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനും ഞാൻ ഗ്ലൂ ഉപയോഗിക്കുന്നില്ല, നേരെ തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ചിരട്ടയുടെ അകത്ത് ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടോ, അത് നല്ല ക്ലീൻ ആക്കി തന്നെ എടുത്തതായതുകൊണ്ട് അതിനകത്ത് ഞാൻ ക്ലേ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി അതിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം, നമ്മുടെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അതിന് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് വേറൊന്നല്ല, ഈ കമ്മലൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നൊരു സാധനമുണ്ട്, അതാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇതേപോലെ നീളത്തിൽ ഇങ്ങനെ ഒരു ഡിസൈനും ചെയ്ത് കൊടുക്കുകയാണ്. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും കേട്ടോ എങ്ങനെയാണ്. താഴെ വട്ടത്തിൽ അങ്ങനെ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പോർഷനിൽ ഈ ഒരു പെൻഡഗൺ ഉണ്ടല്ലോ, പെൻഡഗണിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഡിസൈൻ കൊടുക്കുക. അതായത് 5 സൈഡുള്ള അത് പെൻഡഗണിൻ്റെ ഷേപ്പിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ആ ഡിസൈൻ മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി താഴത്തെ ആ ഒരു ഔട്ട്ലൈൻ കൊടുത്തില്ലേ, അവിടെ നമുക്ക് വേറെ ഏതെങ്കിലും ഡിസൈൻ കൊടുക്കാം. ചിരട്ട വെച്ചിട്ട് ഒരു ഹാൻഡ് വാഷ് ബോട്ടിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് മുഴുവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ടൂത്ത് പിക്ക് എടുക്കാം. ടൂത്ത് പിക്ക് എടുത്തിട്ട് ആ പെൻറ്റഗൺ ഷേപ്പ് പറഞ്ഞില്ലേ, അതിൻ്റെ അകത്ത് ഇങ്ങനെ വെറുതെ കുറച്ച് കുത്തിട്ട് കൊടുക്കാം. ഒരു 7-8 മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് ഡ്രൈ ആയിട്ടുണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻറ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി പെയിൻറ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ആണ് ഞാൻ എടുക്കുന്നത്. ബ്ലാക്കും അതുപോലെ ഗോൾഡനും ആണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ആൻറ്റിക് ലുക്ക് വരും ഇതിന്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളറിൽ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ചിരട്ടയുടെ അകത്ത് ഞാൻ ഈ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം അകത്ത് നല്ല നീറ്റായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പം പെയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പം എൻ്റെ കയ്യിൽ പെയിന്റ് കുറച്ചേ ഉള്ളൂ. ഞാൻ അകത്ത് പെയിന്റ് ചെയ്യുന്നില്ല. പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊരു 10 മിനിറ്റ് മതി. അപ്പോഴേക്കും തന്നെ ഡ്രൈ ആയി കിട്ടും. ഇനി ഗോൾഡൻ കളർ എടുക്കുക. അത് വെച്ചിട്ട് കുറച്ച് ഹൈലൈറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇതുപോലത്തെ ബ്രഷ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. മുഴുവനെ ഇങ്ങനെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പെയിൻറ് ചെയ്തൊന്നും വേണ്ട. ചെറുതായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ആൻറ്റിക് ലുക്ക് കിട്ടുന്നതിന്. അങ്ങനെ നമ്മുടെ ആമ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ആൻറ്റിക് ലുക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കിത് ഷോക്കേസിലൊക്കെ വെക്കാം, ഒരു ഷോ പീസ് പോലെ. അതല്ലാതെ ഇതിന് കുറച്ച് ഉപയോഗങ്ങൾ എനിക്ക് തോന്നിയൊരു ഐഡിയാസാണ്. ഇതിങ്ങനെ തുറക്കാൻ പറ്റുന്നതായതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാം അല്ലേ. അപ്പോൾ പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് കമ്മലും മാലയൊക്കെ ഇതിനകത്ത് വെച്ചിട്ട് ഷെൽഫിൽ അടച്ചിങ്ങനെ വെക്കാം. ഒരു ഭംഗിയായിരിക്കും. പിന്നെ ഇപ്പോൾ ആരുടെങ്കിലും ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇതിനകത്ത് ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഗിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പോലെ ഉണ്ടാകും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ക്രാഫ്റ്റ് വീഡിയോസിനും കുക്കിംഗ് വീഡിയോസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്